You'll get to the Mount of Zion. സിയോൻ പർവ്വതത്തിൽ അവൻ ചെന്നു. You will come to the Mount of Zion. Praise the Lord. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർ ഏശാവിന്റെ പർവ്വതം ചുറ്റിയപ്പോൾ അവർ ദൈവത്തിൽ അകന്നെങ്കിൽ നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ പറയട്ടെ അവൻ നീ ഇറങ്ങി ചുറ്റേണ്ട പർവ്വതം സിയോൻ പർവ്വതമാണ്. When they encamped around the Mount of Esau, praise God, and they were discouraged in their heart, where we need to encamp around us is Mount Zion. Praise the Lord. സിയോൻ പർവ്വതത്തിൽ സഹോദരനോട് വൈരാഗ്യമില്ല. I mean, in the Mount Zion, you will love your brothers. സിയോൻ പർവ്വതത്തിൽ ആരനില്ല, മറ്റു കുത്തുവാക്കുകളില്ല. In Zion, there is nobody who's ridiculing others. സിയോൻ പർവ്വതത്തിൽ ദുരാഗ്രഹമില്ല. There is no greed in that mountain. സിയോൻ പർവ്വതത്തിൽ ദുർവർത്തമാനമില്ല. People don't talk falsely in the face. അവൻ പല വാക്കുകളും കേട്ട് നീ ഹൃദയത്തിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, Amen. When you listen to many people and you're weak in your mind, ഇന്ന് മകൾക്കാണ് വിളിച്ചു പറയട്ടെ. let me call out and say this morning, മതി യേശാവിന്റെ പർവ്വതം ചുറ്റിയത്. hallelujah, enough going around the Mount Esau. ഇറങ്ങി തിരിച്ച് സിയോൻ പർവ്വതത്തെ ലക്ഷ്യമാക്കി പോകട്ടെ. Travel towards Mount Zion, അവിടെ അനുഗ്രഹമുണ്ട്. because there is blessing. അവിടെ സമാധാനം. There is peace. യേശു പറഞ്ഞു, Jesus said, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് my തന്നില്ല. peace I give unto you. അത് ലോകം തരുന്നത് പോലെ Not like the peace that the world will give. ആ ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ ഭരിക്കും. Let that peace of God rule in our hearts. ഹല്ലേലൂയ. Praise God. അത് പലപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. There are only things that we see that is impossible. ആ ദൈവിക സ്നേഹം. It's the one thing that we lack is the love of God. പലയിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. What is being lost in many churches are the love of God. സഭയ്ക്കകത്ത് The നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. churches, they are losing their first love. പല കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Even in many families, they have lost their first love. പറയട്ടെ, Let me tell you this. ആ ദൈവ സ്നേഹത്തിൽ മുമ്പോട്ട് പോകുക. Can we go in the love of Christ? ആ ദൈവിക കൃപയിൽ മുമ്പോട്ട് പോകുക. Can we go in the grace of Christ? ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. May the Lord help us this morning. മകൾക്കാലം ചെറിയ വാക്കുകളുടെ പറഞ്ഞ വേഗത്തിലിരിക്കാം. Let me conclude with this short sentence, sir. ഞാനിങ്ങനെ ആരുമില്ലാതെ ആരാച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ജെയിംസ് കോർപ്പറേറ്റ് ക്രിസ്റ്റി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓടി 2 മണിക്കൂർ 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ വരുമായിരുന്നു. And it was at that time when I was in McAllen that James, who worships here, used to come to our church. അവൻ ഇവിടെ ബോൺ ചെയ്ത അനേക വ്യക്തികളിൽ കാണാത്ത അനേക സവിശേഷത ഗുണങ്ങൾ ഞാൻ ആ വ്യക്തിയിൽ കണ്ടു. I have seen many good attributes, good character in that young man. അവൻ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് അവന് കൊയറൊന്നും ഇല്ലാത്ത ചർച്ച, ചെറിയ ചർച്ച. You don't have any choir, it's a small church. പക്ഷെ അവിടെയുള്ള പിള്ളേരെല്ലാം യൂത്തിനെല്ലാം കൂട്ടി പുള്ളിക്കാരൻ കൊയറൊക്കെ. And then he formed a choir, gathering all the young people in that church. പല പ്രാവശ്യമോടെ അവൻ യൂത്തിന്റെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ. Many times he used to lead the worship in that church. It was a blessing at that time. Amen. ആ ദിവസം വളരെ അനുഗ്രഹമായിരുന്നു. Those days were a great blessing in our life. പറഞ്ഞ വിവാഹം നടക്കുന്നു. ഞാൻ പലപ്പോഴും ഹൂസ്റ്റണിലോട്ട് പോകാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ. Praise God. And every time he used to tell about Houston and say, I am planning to go to Houston. എവിടെ ചെന്നാലും എവിടെ നമുക്ക് കർത്താവാക്കിയാൽ No matter where you are, wherever you worship, ദൈവത്തിനോട് പറയുന്നതായിരിക്കുക. we should be bearing fruit for Christ. ദൈവത്തിനോട് പ്രയോജനപ്പെടുക. We should be profitable to God. നമുക്ക് തീരുമാനിച്ചറിയാം. Amen. Let us decide. ഒരു കഴിവില്ലാത്ത എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു. If God was able to bring me here, who had no ability, സകല ആരോഗ്യം നഷ്ടപ്പെട്ട എന്നെ മുഴുവൻ ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നു. I mean, if I had lost all my health and God brought me here in His mercy. There is nothing impossible with God. തോന്നുമ്പോൾ, praise God, അശക്തരെന്ന് തോന്നുമ്പോൾ